ഇറങ്ങ് മോളെ, ഇറങ്ങ്. സാർ, സാർ, മാഡം, മാഡം, എന്ത് പറ്റിയതാ ഇത്? ആ വേണ്ട, പെണ്ണുങ്ങളുടെ പുറത്ത് പൂവറിയാം, കല്ലെറിഞ്ഞൂടാ. പയ്യന്മാരെ പുറത്ത് കല്ലെറിയാം, പൂ എറിയാനേ പാടില്ല. എൻ്റെ ലോജിക്ക് കൊള്ളാം. സാർ, ആരുമില്ലാത്ത റോഡെ വണ്ടി ഓടിച്ചു വന്ന് ആക്സിഡന്റ് ആക്കിയിരിക്കുകയാണല്ലോ. എന്തെങ്കിലും നടന്നോ? മേഡം ശരിക്കും ടയേർഡായിട്ടുണ്ട്. ചേട്ടാ ഒന്ന് ചുമ്മാ ഇരിക്കട്ടെ, വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോയതാ. എന്തോന്ന് ബ്രേക്ക് ഫെയിലിയറോ? അയ്യോ, ഞാനങ്ങ് തെറ്റിദ്ധരിച്ചു പോയി കേട്ടോ. ഓക്കെ ഏട്ടാ. യഷി, യഷി, യാഷി, ഒന്ന് കുറച്ച് മാറിക്കാവോ? യഷി, യഷി, അശോക്, യു ഓൾ റൈറ്റ്? അശോക്, ആ കണ്ണടിന്ന് രണ്ട് കൈ വന്നിട്ട് എന്റെ കഴുത്തിൽ പിടിച്ചിട്ട് ഇങ്ങോട്ട് നോക്ക്, മാർക്കുണ്ടോ നോക്ക്. അശോക്, നമ്മൾ എങ്ങനെ ഇവിടെ വന്നത്? നമ്മൾ ഗസ്റ്റ് ഹൗസിലായിരുന്നില്ലേ? യഷി, നീ എന്ത് മണ്ടത്തരമായി പറയുന്നേ? നമ്മൾ എപ്പോഴാ ഗസ്റ്റ് ഹൗസിൽ പോയെ? കാർ ബ്രേക്ക് ഡൗൺ ആയി ആക്സിഡന്റ് ആയതിനു ശേഷം ഇപ്പോഴല്ലേ നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേറ്റത്. ആക്സിഡന്റ് ആയില്ലല്ലോ, ജസ്റ്റ് മിസ്. നമ്മൾ രക്ഷപ്പെട്ടല്ലേ? എന്നിട്ട് നമ്മൾ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി ഹാപ്പി ആയിരുന്നു. എന്നിട്ട് സ്വിമ്മിംഗ് പൂളിൽ വെച്ച് നീ എല്ലാം എന്താ മറന്നുപോയോ? പിന്നെ അശോക് അവിടെ. യഷി, ആർ യു ഓൾ റൈറ്റ് യാർ? യഷി, നീ ഒന്ന് റിലാക്സ് ചെയ്യ്. നീ ഒട്ടും ഓക്കെ അല്ല. നമ്മൾ ഗസ്റ്റ് ഹൗസിൽ പോയിട്ടില്ല, ആക്സിഡന്റ് ആയപ്പോൾ നമ്മൾ ഇവിടെ അല്ലേ. നീ എന്തൊക്കെയാ? ബിലീവ് മീ അശോക്, എന്നെ വിശ്വസിക്ക്. ഐ ഡു ട്രസ്റ്റ് യു. ഐ ആം വിത്ത് യു. വിശ്വസിക്ക്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചാൽ എങ്ങനെ? എന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കൂടെ? അയ്യാ, മെക്കാനിക് മെയ്യപ്പൻ. മെക്കാനിക് സാർ, സാർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? മെക്കാനിക്കോ? യഷി, എന്താണത്? എന്നെ നിങ്ങൾക്ക് അറിയാവോ? സാർ, നിങ്ങൾ വലിയ ഫേമസ് മെക്കാനിക് അല്ലേ? മെക്കാനിക് മെയ്യപ്പൻ എന്ന് പറഞ്ഞ ആരാ? നിങ്ങളല്ലേ ഈ വണ്ടി റെഡിയാക്കി തന്നത് ഞങ്ങൾക്ക്? ഞാൻ ഫേമസ് ആണ്, അതൊക്കെ ശരി തന്നെ. പക്ഷെ എന്റെ പേര് മെക്കാനിക് മെയ്യപ്പൻ എന്നല്ല, പൊയ്യപ്പൻ. പൊയ്യപ്പനോ? അതൊക്കെ പോട്ടെ, ഞാൻ എപ്പോഴാണ് നിങ്ങളുടെ കാർ നന്നാക്കി തന്നത്? സാർ, നിങ്ങളല്ലേ പറഞ്ഞത് ആടി കാർ മുതൽ താടി കാർ വരെ റെഡിയാക്കി തരുമെന്നൊക്കെ? ആടിക്കാറുണ്ട്, താടിക്കാറോ? ഇതെന്താ വട്ടു പറയുന്നത്? അതെ, ഞാൻ മെക്കാനിക് തന്നെ. എന്നാ കാർ മെക്കാനിക് അല്ല, മോട്ടോർ മെക്കാനിക്കാ. അതെ, ആക്സിഡന്റ് ആയപ്പോ ഈ കുട്ടിയുടെ തല എവിടെ ഇടിച്ചെന്നാ തോന്നുന്നത്. അതിനൊന്ന് തടവിട്ടാ മതി. ഇതിൽ വിക്സ് ഉണ്ടോ? ഒന്ന് നിക്ക് സാറേ. അശോക്, ഇതെന്താ ഈ പറയുന്നേ? സ്റ്റോപ്പ് ഫസ്റ്റ് യഷി. നമ്മൾ ഗസ്റ്റ് ഹൗസിൽ പോയിട്ടുമില്ല, വണ്ടിയുടെ നിൽക്കുവാണ്, ആക്സിഡന്റും ആയി, കാടിന്റെ നടുക്കായി പോ. നീ ഒന്ന് മനസ്സിലാക്ക്. സാർ, നിങ്ങളൊരു മെക്കാനിക് അല്ലേ? ദൈവത്തോർത്ത് ഞങ്ങളൊന്ന് സഹായിക്കണം സാർ, ഇതൊന്ന് ശരിയാക്കിത്താ. അനിയാ, ആക്സിഡന്റ് ആയപ്പോ ഈ കുട്ടിക്ക് എന്തോ സംഭവിച്ചെന്നാ വിചാരിച്ച, പക്ഷെ നിങ്ങൾക്കാ സംഭവിച്ചത്. ഞാൻ വെറും മോട്ടോർ മെക്കാനിക്കാ. സാർ, അത്രയും വലിയ മോട്ടോർ നന്നാക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ? ഇതൊരു ചെറിയ മിനി കൂപ്പറല്ലേ സാർ, കുട്ടി വണ്ടി. എന്തെങ്കിലും സഹായം ചെയ്യൂ സാറേ. അനിയാ, പറയുന്നതിൽ എന്തെങ്കിലും ലോജിക്? ലോജിക്കൊക്കെ ഇവിടെ സാറിന്റെ കയ്യിൽ മാജിക് ഉണ്ട്. എങ്ങനെയെങ്കിലും സഹായിക്കും സാർ, പ്ലീസ് ഹെൽപ്പ് സാർ. വണ്ടി റെഡിയാക്കി തരാം. താങ്ക് യു. പ്ലീസ് സാർ, പ്ലീസ് സാർ. ചെറിയ വണ്ടിയാണ്, ഇത് വലിയ കാറല്ലേ. നോക്ക് സാർ. ചെയ്യാം. ഹലോ, ഹേയ്, ഞാൻ കാർ ആക്സിഡന്റ് ആയതിൽ വിഷമിച്ചോണ്ടിരിക്കുമ്പോഴാ നീ ഒരുമാതിരി. എന്താ ആക്സിഡന്റോ? എന്തു വെച്ചടി? രാവിലെ നിന്നോട് പറഞ്ഞല്ലേ, പിന്നെ നീ എന്താ പിന്നെ ചോദിക്കുന്നേ? നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ഇപ്പോഴല്ലേ നിന്നെ കോൾ ചെയ്തേ? അപ്പൊ രാവിലെ ഞാൻ നിനക്ക് ഫോൺ ചെയ്തത്, ഗസ്റ്റ് ഹൗസിലേക്ക് പോയത് ഞാൻ എപ്പോഴാ നിന്നെ വിളിച്ചേ? സുജി, നീ എന്താ ഈ പറയുന്നേ? എനിക്ക് കൺഫ്യൂഷൻ ആവുന്നു. അനിയാ, കാർ റെഡി. ഞാൻ പറഞ്ഞില്ല ചേട്ടന്റെ കയ്യിൽ മാജിക് ഉണ്ടെന്ന്. താങ്ക് യു ഏട്ടാ, സൂപ്പർ. ഏയ് യഷി, കാർ റെഡിയായി. 1 മിനിറ്റ്. എടി, ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാമേ. ഓക്കേ, ടേക്ക് കെയർ. ചേട്ടാ, താങ്ക് യു സോ മച്ച്. അനിയ, പണം വലിയ കാര്യമൊന്നുമല്ല, ഗുണമാണ് പ്രധാനം. ഇനി അഥവാ എനിക്കെന്തെങ്കിലും തരണമെന്നുണ്ടെങ്കിൽ എന്റെ മോക്കൊരു ചോക്ലേറ്റ് കൊടുത്താലും മതി. ചോക്ലേറ്റോ? ഒരു മിനിറ്റ്. മോളെ, ഇങ്ങ് വന്നേ. അങ്കിൾ, താങ്ക്സ് അങ്കിൾ. അങ്കിൾ നല്ല സുന്ദരനായിട്ടുണ്ട്. നീ ഒത ക്യൂട്ടി. താങ്ക്സ് അങ്കിൾ. അങ്കിൾ നല്ല സുന്ദരനായിട്ടുണ്ട്. ഗോഡ് ബ്ലെസ് യു ചക്കരേ. എന്നാ ശരി അനിയ. ശരിയേട്ടാ, താങ്ക് യു. നന്ദി. സൂക്ഷിച്ചു പോണേ. യഷി, ലെറ്റ്സ് ഗോ ഓൺ. ബൈ. ആന്റി നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. Shall we? ഫൈനലി. സൂപ്പർ. അതേ കുട്ടി, അതേ മെക്കാനിക്. പോയാലോ? പക്ഷെ അശോക് ഒന്നും വിശ്വസിക്കുന്നില്ലല്ലോ.
അതേ റോഡാണല്ലോ. ഹിയർ വി ആർ. അങ്ങനെ ഗസ്റ്റ് ഹൗസ് എത്തി. അതേ ഗേറ്റ്. അതേ വാച്ച്മാൻ. We arrived. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സാർ. രാവിലെ എത്തുമെന്നാ കരുതിയത്. അത് പിന്നെ വരുന്ന വഴിക്ക് ഒരു ചെറിയ ആക്സിഡന്റ്. അയ്യോ, നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ആ, ഓൾ റൈറ്റ്. ഹേ യാഷി, കം ലെറ്റ്സ് ഗോ ഡാ. ചേട്ടാ, ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തേക്ക്. ശരി സാർ. കം സീറ്റ് ഹാർട്ട്. വാ, കം കം കം. അശോക്, മോർണിംഗിൽ ഇതേ വാച്ച്മാനെ തന്നെ ഞാൻ കണ്ടത്. കം ഓൺ യാഷി, നമ്മൾ ഗസ്റ്റ് ഹൗസിൽ എത്തിയല്ലേ ഉള്ളൂ. മുമ്പ് എങ്ങനെ അയാളെ കാണുന്നത്? ചിൽ ബേബി. ബൈ ദ ബൈ, ഫോട്ടോസിൽ കണ്ടതിനേക്കാൾ കൂടുതൽ മനോഹരമായിരിക്കുന്നല്ലേ ഗസ്റ്റ് ഹൗസ്? നീ എന്താ മിണ്ടാത്തെ? ആ ആക്സിഡന്റ് മറന്നേക്ക്, വിട്ടുകളാ. ആ, ലുക്ക് അറ്റ് ദാറ്റ്. കമിൻ കമിൻ. ഫെൻഡാബിളസ്. അങ്ങോട്ട് നോക്കി, ദ സ്വിമ്മിംഗ് പൂൾ ഇസ് റൈറ്റ് ദേർ. നീ ഒന്ന് കൂളാവ് യാഷി. ചുറ്റുള്ള ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്ക്. ലുക്ക് അറ്റ് ദിസ്. ലവ്ലി, isn't it? ഹേയ്, ബൈ ദ ബൈ, നിനക്ക് നീന്താ അറിയാം? അറിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കം വിത്ത് മീ, ഐ വിൽ സേവ് യു. നിനക്കതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. നീ എന്തായാലും വെള്ളത്തിൽ മുങ്ങിയൊന്നും പോവില്ല. ലവ്ലി. ശരി, വാ, ലെറ്റ്സ് ഗോ ഇൻ. നമുക്കിനി അകത്ത് പോയി അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. കം യാഷി. സാർ പറഞ്ഞ സാധനം എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. Sure. വേറെ എന്തെങ്കിലും വാങ്ങണോ സാർ? വേറെ ഒന്നും വേണ്ട ഏട്ടാ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഈ സഹായത്തിന് വളരെയധികം നന്ദിയുണ്ട്. ഇന്ന് ചേട്ടൻ ലീവാ. വീട്ടിൽ പോയി ഫാമിലിയോട് പാടിച്ച് പൊളിക്കേ. അയ്യോ, ഓണർ അറിഞ്ഞാൽ വലിയ പ്രശ്നമാവും സാർ. ഓണർ അറിഞ്ഞാലേ ഞാൻ നോക്കിയോളാം. ശരി ഓൾ സാർ. റൈറ്റ്. ഈ ഗസ്റ്റ് ഹൗസിൽ ഒരുപാട് പേര് വന്നിട്ടുമുണ്ട്, ടിപ്സും തന്നിട്ടുണ്ട്. എന്നാൽ ലീവ് ആരും തന്നിട്ടില്ല സാർ. വലിയ ഉപകാരം സാർ. വരട്ടെ സാർ. വരട്ടെ യു മാഡം. വെൽക്കം. ബൈ, സി യു. ഗെറ്റ് ഇൻ പ്രിൻസസ്. Now we have a privacy. അശോക്, നീ എന്തായി കാണിക്കുന്നേ? കണ്ടിട്ട് മനസ്സിലായില്ലേ? ലീവ് മീ, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. Hey Yashi, come on yaar. Hey Yashi. Yashi, look at me. എന്നെ നോക്കടാ. നിന്റെ ഈ ടെൻഷനൊക്കെ ഒന്ന് മാറ്റി വെക്ക് പ്ലീസ്. നമ്മൾ ഡേറ്റിനല്ല ഇവിടെ വന്നേ. ഒന്ന് മനസ്സിലാക്കടാ ചക്കര, പ്ലീസ് ഡാ. അശോക്, എന്ന് വെച്ച് ആദ്യമേ കെട്ടിപ്പിടിക്കണമെന്നുണ്ടോ? നമ്മൾ തമ്മിൽ ആദ്യം സംസാരിച്ച് മനസ്സിലാക്കണം. സംസാരിച്ച് യഷി, നമ്മൾ ഇത്ര നേരം സംസാരിച്ചോണ്ട് തന്നെയല്ലേ വന്നത്. സംസാരിച്ച് ബാറ്ററി വരെ വീക്കായി പോയി. നമുക്കതൊന്ന് റീചാർജ് ചെയ്യണ്ടേ? അശോക്, നീ ആദ്യം ഒന്ന് മനസ്സിലാക്ക്. ഞാൻ ഇവിടെ എല്ലാം ഓൾറെഡി കണ്ടിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് ദി സ്റ്റെപ്സ്. യാഷി, ഇൻക്ലൂഡിംഗ് ദ സ്റ്റെപ്സ് ആൻഡ് ലൈറ്റ് എല്ലാം നീ കണ്ടിട്ടുണ്ട്. അടുത്ത് നിൽക്കുന്ന എന്നെ മാത്രം നീ എന്താ ശ്രദ്ധിക്കാത്ത യാഷി? നീ എന്റെ മനസ്സോടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും ബേബി. അശോക്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ശരി, ഓക്കെ, ഒരു കിസ്സല്ലേ തന്നു. ഇതാരെ ഈ സമയത്ത്? ചിൽ. കമിങ്. വാച്ച്മാൻ, ഇതുവരെ നിങ്ങൾ പോയില്ലേ? സൈക്കിളിന്റെ താക്കോൽ മറന്നുപോയി, ഒന്ന് എടുത്തോട്ടെ. സൈക്കിളിന്റെ താക്കോൽ മറന്നുപോയി, ഒന്ന് എടുത്തോട്ടെ. രാവിലെ. ശരി, ചേട്ടൻ പോയി എടുത്തോ. ചേട്ടാ, താക്കോൽ കിച്ചണിലുണ്ട്. അതെ, ഇന്നലെ പാചകം ചെയ്തപ്പോൾ മറന്നു വെച്ചതായിരിക്കും. ഓക്കെ മേഡം, താങ്ക് യു. ഹേ യാഷി, താക്കോലിന്റെ കാര്യം നിനക്കെങ്ങനെ അറിയാം? എവിടെട്ടാ? കിച്ചണിൽ തന്നെ ഉണ്ടോ? താക്കോൽ എടുത്തു സാർ.
അതെ സാർ, കിച്ചണിൽ തന്നെ ഉണ്ടായിരുന്നു. സോറി സാർ, നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തേനെ. നോ പ്രോബ്ലം. ചേട്ടൻ എന്നാ sir. പോയിട്ടോ. ഹേയ് ആഷി, ഇതെങ്ങനെ? അശോക്, ഞാൻ പറയുന്ന ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്ക്. ആ. കിച്ചണിൽ താക്കോലുണ്ടെന്ന് എനിക്ക് ഇത്ര കറക്റ്റായിട്ട് എങ്ങനെ അറിയാം? രാവിലെ നമ്മൾ ഓൾറെഡി ഗസ്റ്റ് ഹൗസിലേക്ക് വന്നതാണ്. യാഷി, നമ്മൾ ഈ ഗസ്റ്റ് ഹൗസിൽ വന്നപ്പോ സ്വാഭാവികമായിട്ട് നീ അത് കണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. അതിന് നീ ഇത്ര വലിയ സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കണ്ടുപിടിച്ചു ഇങ്ങനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ബഹളം വെക്കല്ലേ. ഓക്കേടാ, ചിൽഡാ. ഞാൻ പറയുന്ന ഒന്നും നീ വിശ്വസിക്കാൻ പോകുന്നില്ല. എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ. ഹെഡേക്കാ? ഐ എം ദ മാസ്റ്റർ ഓഫ് അറ്റ് ഓൾ. ഞാനത് നിമിഷ നേരം കൊണ്ട് മാറ്റി കാണിച്ചു തരാം. നീ നോക്കിക്കോ, വാ. കം കം കം. ചിൽ ഫസ്റ്റ്. ഞാനിപ്പോ കോഫി ഉണ്ടാക്കാം, എൻ്റെ കൂടെ കുടിക്കോ? എന്തൊരു ചൂടാ. മൈൻഡ് റിലാക്സ് ആക്കുന്നതിന് മുമ്പ് ആദ്യം ബോഡി ഒന്ന് ഫ്രീ ആക്കാം. വാട്ട് യു സേ? ഡാം ഇറ്റ്. ഹിയർ വി ഗോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ബാ. ഏതാ അശോക്, ഞാൻ തന്നെ കോഫി ഉണ്ടാക്കാം. ഹേ, കുഴപ്പമില്ലടാ. എനിക്ക് I'll make ഹെഡേക്ക് ആണെന്നല്ലേ പറഞ്ഞേ. ഐ വിൽ മേക്ക് ഇറ്റ്. നോ, ഐ വിൽ മേക്ക് ഇറ്റ്. Are കോഫി you sure? ഓക്കെ. ഹേയ്, നിനക്ക് കോഫിയൊക്കെ ഉണ്ടാക്കാൻ അറിയോ? ഐ ആം എ ബെസ്റ്റ് മേക്കർ. യു ആർ ബെസ്റ്റ് അറ്റ് ഇറ്റ്? ബെസ്റ്റ് ആയിട്ട് കോഫി ഉണ്ടാക്കാൻ മാത്രം അറിയുള്ളൂ, അതോ ഓർ ബെസ്റ്റ് മേക്കിംഗ് സംതിങ് എൽസ് ടു? ഏയ്, സെൻസർ കട്ട്. എന്നെ ഒന്ന് കോഫി ഉണ്ടാക്കാൻ സമ്മതിക്കുക. ഏയ് ആഷി, രാവിലെ മുതല് ഒന്നും നടന്നിട്ടില്ലടാ. ഒരു കിസ് തരാന്ന് വിചാരിച്ചു വന്നപ്പോ അതാ വാച്ച്മാൻ നശിപ്പിച്ചു. ഒരു കിസ്സെങ്കിലും തന്നോട്ടെ ഞാൻ, പ്ലീസ്. ശരി, വേഗം തന്നു. അശോക്, ഞാൻ പറഞ്ഞ നീ വിശ്വസിക്കില്ലല്ലോ. ഇപ്പൊ മനസ്സിലാവും. വെളിയിൽ നിൽക്കുന്നത് പച്ചക്കറി വിൽക്കുന്ന ചേച്ചിയാ. ശരി, അത് വിട്ടേക്ക്, പിന്നെ നോക്കാം. അശോക്, പോ അശോക്, പ്ലീസ്. ഏതോ അലവലാതിയാണോ എന്തോ. ഹലോ സർ. ഹലോ. ഹലോ മാഡം. നിങ്ങൾ 2 വാഴപ്പിണ്ടി വാങ്ങിക്കുമോനെ? ഹായ് സർ, വി ആർ കമ്മിങ് ഫ്രം ഹാർപ്പി കമ്പനി. ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 50% ഓഫറും ഉണ്ട്. ഒരു 2 മിനിറ്റ് സംസാരിക്കാമോ? ഐ എം എക്സ്ട്രീംലി സോറി മാം, വി ആർ ഗസ്റ്റ്. ഇവിടെ വേറെ ആരും ഇല്ലേ സർ? ഇവിടെ വാച്ച്മാൻ ഉണ്ടായിരുന്നു, അദ്ദേഹം ലീവാ. നിങ്ങൾ നാളെ വന്നാൽ മതി പ്ലീസ്. നിങ്ങളല്ലേ രാവിലെ വെജിറ്റബിൾസ് വിൽക്കാൻ വേണ്ടി വന്നത്? എന്ത് വെജിറ്റബിൾസോ? അല്ല യാഷി, പ്ലീസ് നീ ഒന്നും മിണ്ടാതിരിക്കേ. ഇല്ല അശോക്, രാവിലെ ഇവര് തന്നെയാ വെജിറ്റബിൾസ് വിൽക്കാൻ വേണ്ടി വന്നത്. നീ തന്നെയല്ലേ വാഴപ്പിണ്ടി വാങ്ങി രാവിലെ ഫ്രിഡ്ജിൽ വെച്ചത്? യാഷി, ഹലോ മാഡം, എന്താ ഈ പറയുന്നേ? ഞാൻ 10 വർഷമായി ഈ കമ്പനി വർക്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ നിങ്ങളല്ലേ രാവിലെ വന്നത്? 1 മിനിറ്റ്. ഹേ യാഷി, യാഷി, വാട്ട് ദ ഹെൽ യാ? ഐ എം സോറി മാം, അവൾ കുറച്ച് ഡിസ്റ്റർബ് ആയിരിക്കുക. ഇവിടെയല്ലേ വെച്ചത്? അശോക്, വാഴപ്പിണ്ടി കാണുന്നില്ല. വാഴത്തണ്ട് കാണുന്നില്ല. ഞാൻ അപ്പം മുതൽ ഇതന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ. നീ തന്നെയല്ലേ അത് കേൾക്കാതെ? നീ പറഞ്ഞതുപോലെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല യാഷി. നീ ഞാൻ പറയുന്നത് കൂടി ഒന്ന് കേക്ക്. സോറി സർ, ഞങ്ങൾ വന്ന സമയം ശരിയല്ലെന്ന് തോന്നുന്നു. സുജി, നമുക്ക് പോവാം. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ഇനിയെങ്കിലും നീ ഒന്ന് റിലാക്സ് ആവാൻ നോക്ക്. വന്നപ്പോൾ മുതൽ പറഞ്ഞു തന്നെ പറഞ്ഞോണ്ടിരിക്കുക. ശരി വാ. അശോക്, ഐ ആം സോറി. ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. നീ ഓൾറെഡി സ്ട്രെസ്ഡ് ആണ്. അതിന്റെ കൂടെ ഞാൻ ടെൻഷൻ കൂട്ടാൻ പാടില്ലായിരുന്നു. യു ഹാവ് ഹെഡേക്ക് ഓൾസോ. ഇതാ കോഫി കുടിക്ക്. നിന്റെ ഹെഡേക്ക് എല്ലാം ഇപ്പൊ പറന്നു പോകും. ഞാൻ ഒരിക്കലും ഇനി ഇങ്ങനെ ചെയ്യില്ല. സണ്ണി ലിയോൺ ആണ് സത്യം. So you're all clear now. Good. Cheers. Cheers. എന്തു പറ്റി? കുറച്ചും കൂടി ഷുഗർ വേണമെന്ന് തോന്നുന്നു. ആണോ? അപ്പൊ ഞാൻ എടുത്തിട്ട് വരാം. വെയിറ്റ്, ഐ നോ ഹെറിറ്റഡ് മീ ഷുഗർ. അശോക്, എന്റെ ഷുഗർ ഇരിക്കുന്നതേ ഇവിടെ. വേണ്ട. വേണം. വേണ്ട. വേണം. അശോക് വേണ്ട. അശോക് വേണം. വേണ്ട അശോക്. വേണം. വേണ്ട. വേണം. വേണ്ട. 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 യു Yeah.